നമുക്കറിയാം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക ഇറാന്റെ ഒരു കപ്പൽ പിടിച്ചെടുത്തത്. അതായത് അറബിക്കടൽ വഴി, ഒമാൻ ഉൾക്കടൽ വഴി, ഹോർമുസ് കടലിടുക്ക് വഴി ബന്ദർ അബ്ബാസ് ഇറാന്റെ തുറമുഖത്തേക്ക് പോകാനിരുന്ന ഒരു കപ്പലിനെയാണ് അമേരിക്ക പിടിച്ചെടുത്തത്. ഇത് വലിയ കടൽ കൊള്ളയാണെന്നും ഇതിനൊരു ശക്തമായ പ്രതികാരം കൃത്യസമയത്ത് ഞങ്ങൾ ചെയ്യുമെന്നും ഇറാൻ അപ്പോഴേ പറഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് വരുന്ന വാർത്തയെന്ന് പറയുന്നത് 2 കപ്പലുകൾ ഇതിന് പകരമായി ഇറാൻ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ഇറാന്റെ നിയമം ലംഘിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകളെയാണ് ഇറാൻ പിടിച്ചെടുത്തത്. ഇറാന്റെ നിയമം എന്ന് പറയുന്നത് അതുവഴി ഏത് കപ്പൽ കടന്നു പോവുകയാണെങ്കിലും ആദ്യം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അപ്രൂവൽ അവർ നേടണം. ഇറാൻ ആവശ്യപ്പെടുന്നത് ഗതാഗത ഫീസാണെങ്കിലും മറ്റും അവിടെ നൽകണം. IRGCയുടെ അനുവാദം കൂടാതെ ഒരു കപ്പലും ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ അവരെ അനുവദിക്കുകയില്ല. അതവരുടെ നിയമമാണ്. അത്തരത്തിലുള്ള നിയമം ലംഘിച്ചുകൊണ്ട് ഹോർമുസ് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾ പിടിച്ചെടുത്തു എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. ഈ വാർത്തകളൊക്കെയും വരും ഭാവിയിൽ ഹോർമുസ് കടലിടുക്ക് ഏത് രീതിയിലും പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും ഇറാൻ അനുവദിക്കാത്ത ഒരു കപ്പലുകളെയും ഇതുവഴി കടന്നു പോകാൻ ഇനി ഇറാൻ അനുവദിക്കുകയില്ലെന്നുമുള്ള മെസ്സേജാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് ഇറാൻ നൽകുന്നത്. അമേരിക്ക ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്ത പ്രവൃത്തി അത് കടൽ കൊള്ളയാണെന്ന് അപ്പോഴേ ഇറാൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിക്കുവാൻ അമേരിക്ക ലോകത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ ആ പ്രവൃത്തി ആർക്കും എപ്പോഴും ചെയ്യാനുള്ള അനുവാദമാവുകയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇറാന്റെ കപ്പലുകൾക്കും തുറമുഖങ്ങൾക്കുമേലുള്ള ഉപരോധം നീക്കിയാൽ മാത്രമേ ഇസ്ലാമാബാദിൽ 2ാം ഘട്ട ചർച്ചയ്ക്ക് ഞങ്ങൾ വരികയുള്ളൂ എന്ന് ഇറാൻ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2ാം ഘട്ട ചർച്ചയ്ക്ക് അമേരിക്കൻ പ്രതിനിധികൾ എത്തിയെങ്കിലും ഇറാന്റെ പ്രതിനിധികൾ എത്തിയില്ല. ഇക്കഴിഞ്ഞ ദിവസം ഇറാന്റെ ഐക്യരാഷ്ട്രസഭ പ്രതിനിധി പറയുന്നത് ഒരുപക്ഷെ അവർ നീക്കി എന്നുള്ള ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുവാനും മറ്റും സാധ്യതയുണ്ട് എന്നാണ്. ഏതായാലും ഇറാൻ കടുപ്പിക്കുക തന്നെയാണ്. യാതൊരു രീതിയിലും പിന്നോട്ടില്ല എന്ന മെസ്സേജാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് നൽകുന്നത്.